நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകത്തിലെ അടുത്ത ചില പാടലുകൾ നമുക്ക് കാണാം. പൊത്തിലെ തീയെപ്പോലെ പുകഞ്ഞെരിഞ്ഞിടുന്ന പഞ്ചേന്ദ്രിയങ്ങളാലെ വെന്തുപോയിടുന്നോരെന്നെ നീ വെടിയല്ലേ മണവും തേനുമാർന്നവനെ. വണ്ടുകൾ മുരളുന്ന മന്ദാരമലരുകൾ തേൻ ചീന്തും മാലചേരും ജടയാർന്നവനെ. വിണ്ണിലെ ദേവന്മാർക്കായി പോരാടും മന്നവനെ. വിണ്ണിലെ ദേവന്മാർക്ക് വേണ്ടി, ദേവലോകത്തിലെ ദേവന്മാർക്ക് വേണ്ടി പോരാടിയല്ലയോ ഭഗവാൻ. ദേവന്മാർക്ക് വേണ്ടി പല യുദ്ധങ്ങളിലും ശിവൻ ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ ദേവന്മാർക്ക് വിജയം നേടി കൊടുത്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ കാളകൂട വിഷം വരെ ഭക്ഷിക്കാൻ ശിവഭഗവാൻ തയ്യാറാകുന്നുമുണ്ട്. തേൻ ചീന്തും മാല ചേരും ജടയാർന്നവനെ. സുഗന്ധപൂർണമായ വണ്ടുകൾ മുരളുന്ന മന്ദാരമലരുകൾ ചൂടുന്ന ശിവനെ. തേൻ നിറഞ്ഞ വണ്ടുകൾ മുരളുന്ന മന്ദാരമലരുകൾ ജടയിൽ ചൂടുന്ന അല്ലയോ ഭഗവാനെ, എന്നെ നീ വെടിയല്ലേ മണവും തേനുമാർന്ന വണ്ടുകൾ മുരളുന്ന മന്ദാരമലരുകൾ തേൻ ചിന്തും മാല ചേരും ജടയാർന്നോനെ. അല്ലയോ ഭഗവാനെ, അങ്ങ് എന്നെ കൈവെടിയില്ലേ. ഞാൻ എൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കൂ. പൊത്തിലെ തീയെപ്പോലെ പുകഞ്ഞിരിഞ്ഞിടുന്ന പഞ്ചേന്ദ്രിയങ്ങളാലെ വെന്തു പോകുന്നു. പൊത്തിലെ അഗ്നി പോലെ, അത് കത്തില്ല. പൊത്തിൽ തീ പിടിച്ചാൽ ആ തീയെ പുകഞ്ഞുകൊണ്ടേയിരിക്കും, ആളിക്കത്തില്ല. കാറ്റ് കയറാത്ത കാരണം ആളിക്കത്തില്ല, പുകഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന പൊത്തിൽ പിടിച്ച തീ പോലെയാണ് എൻ്റെ അവസ്ഥ. നിരന്തരം പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ. കത്തിയാൽ കുറച്ച് ആശ്വാസമുണ്ട്, പക്ഷേ ഇത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ എന്നെ പുകച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നിറയെ പുകയുള്ള പഞ്ചേന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ട് പഞ്ചേന്ദ്രിയങ്ങൾ നശിക്കാതെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കാറ്റ് ഉള്ളപ്പോഴാണ്, അല്ലെങ്കിൽ വായു ഉള്ളപ്പോഴാണ് അഗ്നി ശരിക്ക് കത്തുകയുള്ളൂ. ഇത് കാറ്റില്ലാത്തൊരവസ്ഥ, വായു ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ പൊത്തിൽ അഗ്നിയുണ്ടെങ്കിൽ ആ അഗ്നി ശരിക്ക് കത്തുകയില്ല. അതേപോലെയാണ് തൻ്റെ അവസ്ഥ. പഞ്ചേന്ദ്രിയങ്ങൾ അടക്കാൻ താൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അത് കത്തുന്നില്ല, പുകഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രയാസമേറിയ കാര്യമാണ്. അതിനുള്ള സാധനകൾ ചെയ്യുമ്പോഴും അത് ശരിക്കും ആളിക്കത്തി ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ ദുഷ്ടതയെ മുഴുവൻ ഇല്ലാതാക്കണം, കത്തിച്ചാമ്പലാക്കണം. പക്ഷേ കത്തിച്ചാമ്പലാക്കാൻ സാധിക്കുന്നില്ല. സാധനകൾ തീവ്രതരമായിട്ട് പോലും മാണിക്യവാചകർ പോലും പറയുന്നു തൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ കത്തിച്ചാമ്പലായിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ സാധാരണക്കാരുടെ അവസ്ഥ പറയണോ? അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത്, പഞ്ചേന്ദ്രിയങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വളരെ വളരെ പ്രയാസമാണ്. സാധകന്മാർക്ക് പോലും ഈ പഞ്ചേന്ദ്രിയങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് കത്തിച്ചമ്പലാകുന്നില്ല. അപ്പോൾ മാണിക്യവാചകൻ ഈ ഒരവസ്ഥയിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ സാധാരണ സാധകന്മാരുടെ അവസ്ഥ പറയാനുണ്ടോ? പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത് അത്രമേൽ പ്രയാസമേറിയ കാര്യമാണ്. നിതാന്തമായ ആ അന്വേഷണ ബുദ്ധിയും ജ്ഞാനത്തിന് വേണ്ടിയുള്ള തൃഷ്ണയും അതേപോലെ തന്നെ പഞ്ചേന്ദ്രിയങ്ങൾ അടക്കാൻ വേണ്ടിയുള്ള സാധനകളും എല്ലാം തന്നെ ഒരു സാധകൻ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ ഈ പഞ്ചേന്ദ്രിയങ്ങൾ അടങ്ങുകയുള്ളൂ.
എന്നെ നീ വെടിയല്ലേ. വീണ്ടും വീണ്ടും ശിവഭഗവാനോട് പറയണം, എന്നെ നീ ഒരു കാരണവശാലും വെടിയല്ലേ. അപ്പോൾ മാണിക്യവാചകർക്ക് ഭയമുണ്ട്, ശിവൻ തൻ്റെ അടുത്തേക്ക് വരുന്നില്ല, തന്നെ അടിയാനാക്കുന്നില്ല, അതുകൊണ്ട് എന്നെ ഒരു കാരണവശാലും വെടിയരുതേ എന്ന് 100 വട്ടം കേണ് വീണ് അപേക്ഷിക്കണം. ഈ കവിതയിൽ ഉടനീളം ആവർത്തനവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ ആവർത്തനം? താൻ അത്രമേൽ ബന്ധിതനായി കിടക്കുകയാണ്. ഈ ബന്ധനത്തിൻ്റെ പാശമല്ലയോ ഭഗവാൻ അങ്ങ് അറുത്ത് തരണേ എന്ന് 1000 വട്ടം ഇവിടെ മാണിക്യവാചകർ വീണ്ടും വീണ്ടും ശിവഭഗവാനോട് താണു വീണ് കേണപേക്ഷിക്കുന്നു. എന്നെ നീ വെടിയല്ലേ. മണവും തേനും മാർന്ന് വണ്ടുകൾ മുരളുന്ന മന്ദാരമലരുകൾ ചൂടുന്ന അല്ലയോ ഭഗവാനെ, അവിടുന്ന് ദേവന്മാർക്ക് പോലും രക്ഷ നൽകുന്ന, ദേവന്മാരെ പോലും കാത്തുരക്ഷിക്കുന്ന അങ്ങ് എന്നെയും കാത്തുരക്ഷിക്കണമേ. അരജാം അറിയാത്ത പൈതങ്ങളുടെ പിഴ പൊറുത്ത് ഭയക്കേണ്ട എന്ന് ഒതിയിടുക വേണ്ടേ. മണം ചേരുന്ന മുടിയാർന്നോനെ കൈവിടല്ലേ. വെഞ്ചിരി കാർകുന്തൽ എന്നിവയാർന്നോളാം ലക്ഷ്മി പണിഞ്ഞ് ഫലമാർന്ന പൊൻപാദമാർന്നോനെ. ലക്ഷ്മി ദേവി പൊൻപാദമാർന്ന ഭഗവാനെ. അങ്ങനെ ലക്ഷ്മി ദേവി പൊൻപാദം നിൻ്റെ പാദത്തിൽ അണഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള അല്ലയോ ഭഗവാനെ, അങ്ങ് അരജ അറിയാത്ത പൈതങ്ങളുടെ പിഴ പുറത്ത് ഭയക്കേണ്ട എന്ന് ഒതിയിടുക വേണ്ടേ. അങ്ങ് എൻ്റെ അടുത്ത് വന്ന് എനിക്ക് അഭയം തരിക. കാരണം എന്താ? അറിയാത്ത പൈതമാണ് ഞാൻ. ഒന്നും അറിയാത്ത ഒരു നിഷ്കളങ്കനായ ഒരു കുഞ്ഞിനെ പോലെയാണ് എൻ്റെ അവസ്ഥ. ആ നിഷ്കളങ്കനായ കുഞ്ഞിൻ്റെ അടുത്ത് പിതാവായ ഭഗവാനെ അവിടെ നിന്ന് വന്നിട്ട് ഈ പൈതങ്ങളുടെ പിഴയെ പുറത്ത് എന്നിട്ട് എന്ത് ചെയ്യണം? ഭയക്കേണ്ട എന്നോതിയിടുക. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് നിനക്ക് ഞാൻ അഭയം തന്നിരിക്കുന്നു, നീ ഇനി ഒരിക്കലും ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല എന്ന് ഭഗവാൻ എന്നോട് അരുളി ചെയ്യുക. അപ്പോൾ ഒരു ഭഗവാൻ ഭക്തന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു ദൃഢമായ ഒരു പ്രതിജ്ഞയാണ്, അല്ലയോ ഭക്ത, നീ ഭയക്കേണ്ട, ഞാൻ അഭയം തന്നിരിക്കുന്നു, നീ എന്തിനാണ് പേടിക്കുന്നത്? ഇനി മുതൽ ഞാൻ നിൻ്റെ പിതാവാണ്. അതുകൊണ്ട് അല്ലയോ ഭക്ത, നീ ഇനി ഭയക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് അങ്ങ് എനിക്ക് പ്രതിജ്ഞ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലയോ ഭഗവാൻ, അങ്ങ് ഭയക്കേണ്ട എന്ന് പറഞ്ഞ് അഭയം നൽകി എന്നെ അനുഗ്രഹിച്ചാലും. മണം ചേരുന്ന മുടിയാർന്നോനെ കൈവിടല്ലേ. ആ സുഗന്ധപൂരിതമായ ജടയിൽ ധരിച്ച മന്ദാരമലരുകൾ ചൂടിയ അല്ലയോ ഭഗവാനെ, ലക്ഷ്മി ദേവിയെ പാദങ്ങളിൽ പ്രണമിക്കുന്ന അല്ലയോ ശിവഭഗവാനെ, അങ്ങ് ഞങ്ങൾക്ക് അടിയന്മാർക്ക് ഈ പൈതങ്ങൾക്ക് അഭയം നൽകിയാലും. എന്നിട്ട് പറയുക, ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ ആണ്ടുകൊള്ളാം, നിന്നെ ഞാൻ ആൾക്കൊള്ളാമെന്ന് എന്നോട് അങ്ങ് പ്രതിജ്ഞ ചെയ്യൂ. അങ്ങ് എന്നെ ഉൾക്കൊള്ളൂ, എന്നെ ആൾക്കൊള്ളൂ എന്നാണ് ഇവിടെ ഈ പൈതലെ പോലെ അത്രയ്ക്ക് കുഞ്ഞായ സാധകൻ ശിവഭഗവാനോട് അഭ്യർത്ഥിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. അടരാടുന്ന പഞ്ചേന്ദ്രിയങ്ങളാലെ നിന്നെ വെടിഞ്ഞ് കളമൊഴിമാരുടെ കൂട്ടമാകം അടവയ്ക്കുള്ളിൽപ്പെട്ടോരെന്നെ വെടിയല്ലേ. പടർന്നെരിഞ്ഞിടുന്ന തീയുപോലുള്ളവനെ, ചുടുകാട്ടരജനായി അടിയാർക്ക് അമൃതായി തുടരാനാകത്തോനായി വിളങ്ങുന്നവനെ, തനിച്ചായിടുമെൻ്റെ തുണയായിരിപ്പോനെ. ഞാൻ തനിച്ചാണ്, എന്നെ സഹായിക്കാൻ, എന്നെ ഉൾക്കൊള്ളാൻ ആരുമില്ല. അങ്ങനെ ഏകാഗിയായ എന്നെ അല്ലയോ ഭഗവാൻ അങ്ങ് ഉൾക്കൊള്ളുക, അങ്ങ് എന്നെ സ്വീകരിക്കുക, എന്നെ അടിയാനാക്കുക. ഞാനെങ്ങനെയുള്ളവനാണ്? അടരാടുന്ന പഞ്ചേന്ദ്രിയങ്ങളാലേ നിന്നെ വെടിഞ്ഞു.
എന്നിട്ട് കളമൊഴിമാരുടെ കൂട്ടമാകും അടവിക്കുള്ളിൽപ്പെട്ടോരെന്നെ. അപ്പോൾ ഞാൻ കാട്ടിൽപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെ? സുന്ദരിമാരുടെ കളമൊഴിമാരുടെ കൂട്ടമാകും കാട്ടിൽ, ഭയാനകമായ സംസാരത്തിൻ്റെ കാട്ടിൽ ഞാൻ പെട്ടുകിടക്കുകയാണ്. ഈ കാട്ടിൽ നിന്ന്, ഈ സംസാരത്തിൻ്റെ കാട്ടിൽ നിന്ന്, ഈ കളമൊഴിമാരുടെ കൂട്ടത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച് എനിക്ക് ആത്മീയമായ ജ്ഞാനം നൽകിയാലും. അടരാടുന്ന പഞ്ചേന്ദ്രിയങ്ങൾ, ഞാൻ നിരന്തരം പഞ്ചേന്ദ്രിയങ്ങളുമായി അടരാടിക്കൊണ്ടിരിക്കുകയാണ്, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ സുന്ദരികളാകുന്ന അടവിക്കുള്ളിൽ, കാട്ടിൽപ്പെട്ട് നട്ടം തിരികെയാണ്. എന്നെ അവിടെ നിന്ന് രക്ഷിച്ച് എന്നെ കൈക്കൊള്ളണമേ. പടർന്നെരിഞ്ഞിടുന്ന തീ പോലുള്ളവനെ. അങ്ങ് എങ്ങനെയുള്ളതാണ്? ഈ കാടിനെ നശിപ്പിക്കാൻ ശക്തിയുള്ള അഗ്നിയാണ്. അപ്പോൾ കാടിനെ, ഈ സംസാരമാകുന്ന വനത്തെ നശിപ്പിക്കാനുള്ള ശക്തിയുള്ള അഗ്നിയാണങ്ങ്. അങ്ങ് അഗ്നിഭഗവാനാണ്. ആ അഗ്നിഭഗവാനായ അല്ലയോ ഭഗവാനെ, അങ്ങ് ഈ സംസാരമാകുന്ന കൊടുങ്കാടിനെ, അതിൽപ്പെട്ട് നട്ടം തിരിയാണ് ഞാൻ, ഈ സംസാരമാകുന്ന കൊടുങ്കാടിനെ നശിപ്പിച്ച് എന്നെ രക്ഷിച്ചാലും. ചുടുകാട്ട് അരതനായി വിലസുന്നവൻ, ചുടുകാട്ടിലാണ് അങ്ങയുടെ വാസം. അങ്ങനെയുള്ള അല്ലയോ ഭഗവാനെ, ശരിക്കും അവിടെ രുദ്രദേവൻ, എല്ലാ സംഹാരശക്തിയുള്ള രുദ്രദേവനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ സംഹാരശക്തിയുള്ള രുദ്രദേവൻ ഈ സംസാരമാകുന്ന കൊടുങ്കാട്ടിനെ നശിപ്പിക്കണമേ. തനിച്ചായിടും എന്നെ തുണയായിരിപ്പോനെ. തനിച്ചായിരിക്കുന്ന എനിക്ക്, ഏകാഗിയായ എനിക്ക് അങ്ങ് എൻ്റെ തുണയായി വന്ന് എന്നെ രക്ഷിച്ച് എന്നെ ആൾക്കൊള്ളണമേ. തുണനീയിരിക്കവേ ഗർവമാർന്നു തലകീഴായി നടന്നേൻ, വിന തന്നെ തുണയായിരിപ്പോ ഞാൻ. വെടിഞ്ഞിടുമോ വിനയാർന്നോരൻ മനസ്സിന് തുണയെ, എൻ്റെ വാഴ്വിൻ കാരണമായവനെ. ദാരിദ്ര്യം വരുന്നേരം നിധിയായിരിപ്പോനെ, ദുഃഖമേകിടുന്ന ഉടലാം വലയ്ക്കുള്ളിൽ തിനയോളവും നേരം കിടക്കാനാവില്ല. ഈ ദുഃഖമാകുന്ന ആ വലയ്ക്കുള്ളിൽ ഇനി ഒരു നിമിഷം പോലും എനിക്ക് കിടക്കാനാവില്ല. ദുഃഖത്തിൻ്റെ മഹാവലയിൽപ്പെട്ട് കുടുങ്ങിക്കിടക്കുകയാണ് ഞാൻ. ഈ മഹാവല പൊട്ടിച്ച് എന്നെ, ഈ ദുഃഖത്തിൻ്റെ ആ വലയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അങ്ങനെ ദുഃഖത്തിൻ്റെ വലയിൽ നിന്ന് എന്നെ ദുഃഖമാകിയിടുന്ന ഉടലാം വലയ്ക്കുള്ളിൽ, ഉടലിലാണ് ഈ ജീവൻ കിടക്കുന്നത്. ദുഃഖമാകുന്ന വലയാകുന്ന ഉടൽ, ആ ഉടലിനുള്ളിലാണ് എൻ്റെ ജീവൻ കിടക്കുന്നത്. ഈ ജീവനെ ഇനിയും ബന്ധനസ്ഥനാക്കല്ലേ. ദാരിദ്ര്യം വരുന്നേരം നിധിയായിരിപ്പോനെ. ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴെല്ലാം നീ എനിക്ക് വേണ്ട എല്ലാ ധനസഹായവും ചെയ്തെന്നെ രക്ഷിക്കാറുണ്ട്. അങ്ങനെ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുന്ന അല്ലയോ ഭഗവാനെ, നീ തുണയ്ക്കണമേ. എൻ വാഴ്വിൻ കരുണാമയനായവനെ, എൻ്റെ വാഴ്വ്, എൻ്റെ ഇഹലോക ജീവിതത്തെ നീ ജ്ഞാനതുല്യമാക്കി മാറ്റി, ജ്ഞാനത്തിന് വേണ്ടിയുള്ള ഒരു തപസ്സാക്കി മാറ്റണമേ. വിനയാർന്നോരൻ മനസ്സിനെ നീ രക്ഷിക്കണം. വിനയാർന്ന മനസ്സ്, ആ തലകീഴായി നടന്നേ വിന തന്നെ തുണയായിരിപ്പോൻ. ഞാൻ ആകെ ഇപ്പോൾ തലകീഴായിട്ടാണ് നടക്കുന്നത്, യഥാർത്ഥത്തിലല്ല നടക്കുന്നത്, തലകീഴായിട്ടാണ് നടക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ്? കാരണം താനിപ്പോൾ സംസാരമാകുന്ന ആ കൊടുംവനത്തിൽപ്പെട്ട് തലകുത്തി നടക്കുകയാണ്. അങ്ങനെയുള്ള എന്നെ അല്ലയോ ഭഗവാനെ അവിടെ നിന്ന് രക്ഷിക്കണമേ. ദുഃഖമാകിയിടുന്നതാം ഉടലാം വലയ്ക്കുള്ളിൽ നിന്ന് അല്ലയോ ഭഗവാനെ എന്നെ രക്ഷിക്കണമേ. അപ്പോൾ ഇവിടെയെല്ലാം ഈ നിരന്തര പ്രാർത്ഥനയാണ്. എത്രയോ വട്ടം ഒരേ കാര്യം തന്നെ ഇവിടെ മാണിക്യവാചകർ വീണ്ടും വീണ്ടും താണു വീണ് ശിവനോട് അഭ്യർത്ഥിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണിത്? അത്രയ്ക്ക് ശക്തമാണ് പഞ്ചേന്ദ്രിയങ്ങളുടെ ബന്ധനം. ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ ബന്ധനത്തെ അറുക്കാൻ പശുപതിയായ ശിവന് മാത്രമേ കഴിയൂ. അങ്ങനെ പാശത്തെ അറുക്കാൻ പശുപതിയായ ശിവനെ കൊണ്ട് മാത്രമേ കഴിയൂ. അതുകൊണ്ട് എത്ര ആവർത്തിച്ചാലും വീണ്ടും വീണ്ടും നാം ആവർത്തിക്കേണ്ടിയിരിക്കുന്നു ഈ
പരിദേവനങ്ങൾ. കാരണം 100 ആവർത്തി പറയുമ്പോൾ ഒരാവർത്തിയെങ്കിലും ഭഗവാൻ കേട്ടും. അതിൻ്റെ പിന്നിലുള്ള തീവ്ര ഭക്തിയാണ് ഇവിടെ പ്രധാനം. ഭക്തി കൊണ്ട് നമ്മൾ നേരത്തെ കണ്ടു, ഒരു മീൻ, ചെറുമീൻ എങ്ങനെയാണോ ജലം വറ്റിക്കഴിയുമ്പോൾ ശ്വാസത്തിന് വേണ്ടി കിടന്ന് പിടയുന്നത്, അതേപോലെ ഞാൻ ശിവദർശനത്തിന് വേണ്ടി കിടന്ന് പിടഞ്ഞ് നിലവിളിക്കുകയാണ്. അപ്പോൾ 1000 വട്ടം ഞാൻ അങ്ങയോട് എന്നെ കൈക്കൊള്ളണമേ, എന്നെ കൈക്കൊള്ളണമേ, എൻ്റെ പാപങ്ങളെല്ലാം ഇല്ലാതാക്കി ഈ പൈതത്തെ പിതാവായ അങ്ങ് കൈക്കൊള്ളണമെന്നെ 1000 ആവർത്തി പറയുന്നു. എന്തുകൊണ്ടാണിത്? കാരണം അത്രയ്ക്ക് കട്ടിയുള്ളതാണ് ഈ സംസാരമാകുന്ന പാശം. ആ സംസാരമാകുന്ന പാശം അകക്കാൻ പശുപതിക്ക് മാത്രമേ കഴിയൂ. തിരുമന്ത്രത്തിൽ തിരുമൂലദേവൻ ഇങ്ങനെ പാടുന്നു: ഇളയ്ക്കൻ്റെ നെഞ്ചത്തിരുട്ടറയുള്ളേ മുളയ്ക്കിൻ്റെ മണ്ഡലം മുന്നിനും ഒന്റി തുളൈപ്പെരും പാശിന്തുരുവിടുമാകിൽ ഇളൈപ്പിൻ്റെ മാർഗഴി ഏറ്റതാമേ. ഇതാണ് ആ മന്ത്രം. അതിൻ്റെ അർത്ഥം ഏതാണ്ട് ഇങ്ങനെയാണ്: ഇരുട്ടറയാകുന്ന ശരീരത്തിൽ മനസ്സ് കനമുള്ളതായിരിക്കുമ്പോൾ 3 മണ്ഡലങ്ങൾക്കും ഉള്ളിലേക്ക് കയറി ചെന്ന് അവയെ 3നെയും ഒരു ബലമുള്ള ചരടിൽ ബന്ധിച്ചാൽ പിന്നെ മനസ്സ് സംശുദ്ധമാകുന്നു. മാർഗഴി മാസത്തെ തണുത്ത വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചാലെന്ന പോലെയുള്ള സുഖാനുഭവം സാധകന് ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മാർഗഴി മാസത്തിലെ തണുത്ത വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചാൽ എന്തൊരു സുഖമാണോ കിട്ടുന്നത്, ആ സുഖമാണ് 3 മണ്ഡലങ്ങളെയും ഇല്ലാതാക്കുമ്പോൾ കിട്ടുന്നത്. 3 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഏതാ? ആണവമലം, കർമ്മമലം, പിന്നെ മായാമലം. ആണവം, കർമ്മം, മായ, ഈ 3 മലങ്ങളെയും ഇല്ലാതാക്കണം. അതായത് ആഗ്രഹങ്ങളെ കൊണ്ട് മനസ്സ് കനം തൂങ്ങിയിരിക്കണം. ആണവമലം എന്ന ദോഷത്തെ ആദ്യം മാറ്റണം. അതോടെ മനസ്സിൻ്റെ ഭാരം കുറച്ചൊക്കെ കുറയും. പിന്നെ ശരീരം അറിവില്ലായ്മ കൊണ്ട് ശരിയും ചീത്തയും ചെറുതും വലുതും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലായിത്തീരുന്നു. ആ അവസ്ഥ മാറി ജ്ഞാനമാർഗത്തിലേക്ക് പ്രവേശിക്കണം. അഗ്നി, സൂര്യൻ, ചന്ദ്രൻ എന്നീ മണ്ഡലങ്ങളാണ് ശരീരത്തിൻ്റെ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നത്. അതിനാൽ വലിയ ഒരു ചരട് കൊണ്ട് മൂലാധാര ചക്രത്തിൽ നിന്ന് സഹസ്രാരം വരെയുള്ള ആ കുണ്ടലിനി ശക്തിയെ ചരട് കൊണ്ട് ബന്ധിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ മണ്ഡലാധിപന്മാരെ പ്രീതിപ്പെടുത്തുമ്പോൾ ആ 3 മലങ്ങളെയും ഒരു ചരട് കൊണ്ട് ബന്ധിക്കുന്നത് പോലെ ഇല്ലാതാക്കാൻ കഴിയും. ഇതാണ് തിരുമൂലദേവൻ തിരുമന്ത്രത്തിൽ പാടുന്നത്. അപ്പോൾ ഈ 3 മണ്ഡലങ്ങളെ, 3 ആണവം, കർമ്മം, മായ എന്നീ 3 മണ്ഡലങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ശരീരം. അതായത് ഈ 3 മലങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് പശുക്കൾ. ആ പശുക്കളുടെ ഈ മലത്തെ ഇല്ലാതാക്കുമ്പോൾ അത് സാധന കൊണ്ട് സാധിക്കും. കുണ്ടലിനി ശക്തിയുടെ ഉയർച്ച കൊണ്ട് ഈ 3 മലങ്ങളെയും ഇല്ലാതാക്കാൻ കഴിയും. അങ്ങനെ ഇല്ലാതാക്കുമ്പോൾ മാർഗഴി മാസത്തിലെ ആ തണുപ്പുള്ള വെള്ളത്തിൽ കുളിച്ചതുപോലെ അങ്ങേറ്റം സുഖമായിരിക്കും നമ്മുടെ മനസ്സ്. അപ്പോൾ ദുഃഖത്തിൽ നിന്ന് സുഖത്തിലേക്കുള്ള, ആനന്ദത്തിലേക്കുള്ള മനസ്സിൻ്റെ ഒരു പ്രയാണത്തെക്കുറിച്ചിട്ടാണ് മാണിക്യവാചകർ പറയുന്നത്. അതിന് സാധകൻ നിരന്തരം സാധന ചെയ്യുക തന്നെ വേണം. ഇതാണ് തിരുമൂലദേവൻ തിരുമന്ത്രത്തിൽ ഈ മന്ത്രത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഓം ശിവ.